ഗൈസ്, വെൽക്കം ടു അവർ ക്ലാസ് റൂം. അപ്പം നമ്മളിന്ന് 6ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ രൂരു എന്ന കഹാനിയാണ് നോക്കാൻ പോകുന്നത്. കഹാനി എന്ന് പറഞ്ഞാൽ കഥ. ഇത് എഴുതിയിട്ടുള്ളത് പാരോ ആനന്ദ്. ഇതൊരു കങ്കാരു കുഞ്ഞിൻ്റെ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ഒത്തൊരുമയുടെയൊക്കെയുള്ള ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാ താ. രൂരു ഒരു കങ്കാരുവിൻ്റെ കുഞ്ഞായിരുന്നു. കങ്കാരു കെ ബച്ചോൻ കോ ജോയിസ് കഹത്തെ ഹെ. കങ്കാരുവിൻ്റെ കുഞ്ഞിനെ ജോയിസ് എന്ന് പറയുന്നു. വൈസേ ഹി ജൈസെ കുത്തേ കെ ബच्चे को पिल्ला और बिल्ली के बच्चे को बिलौटा कहते हैं. വൈസേ ഹി ജൈസെ അതുപോലെ കുത്തേ കെ ബच्चे को നായയുടെ കുഞ്ഞിനെ പില്ല എന്നും और बिल्ली के बच्चे को बिलौटा कहते हैं. പൂച്ചയുടെ കുഞ്ഞിനെ ബിലൗട്ട എന്നും പറയുന്നു. ഉസ്കി അമ്മ ഉസേ രൂരു ബുലാത്തി തി. അവൻ്റെ അമ്മ അവനെ വിളിക്കുന്നത് രൂരു എന്നായിരുന്നു. ക്യോം കി വഹ് ഹമേശ രോത്താ രഹ്താ താ. ക്യോം കി എന്തെന്നാൽ വഹ് ഹമേശ രോത്താ രഹ്താ താ. അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. രോ ക്യോം രഹേ ഹോ. എന്തിനാണ് കരയുന്നത്? അമ്മീനെ ഫിർ പൂച്ച. അമ്മ വീണ്ടും ചോദിച്ചു. ക്യാ തുംകോ ബഹുത് അകേല അകേല ലഗ്താ ഹൈ ബേട്ട. എന്താ തുംകോ ബഹുത് അകേല, നിനക്ക് വളരെയധികം അകേല അകേല ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, ലഗ്താ ഹൈ ബേട്ട തോന്നുന്നുണ്ടോ മോനെ? ജേബ് സേ ഏക് ബാരിക് സി ആവാസ് ആയി. പോക്കറ്റിൽ നിന്നും ഒരു നേർത്ത സ്വരം വന്നു. ഹാം മേരാ കോയി ദോസ്ത് നെഹി. എനിക്ക് കൂട്ടുകാരാരുമില്ല. അമ്മി ഖുഷി സേ ഖുദിനെ ഫാന്തിനെ ലഗി. അമ്മ സന്തോഷത്തോടു കൂടെ ഖുദിനെ ഫാന്തിനെ ലഗി തുള്ളിച്ചാടാൻ തുടങ്ങി. तो इसलिए उदास रहता था मेरा बच्चा. നീ അതുകൊണ്ടാണോ എൻ്റെ കുട്ടി സങ്കടപ്പെട്ടത്? ഓ ദേർ തക്ക് കുതിത്തി ഹി രഹി. അവള് വളരെ നേരം ചാടിക്കൊണ്ടേയിരുന്നു. രൂരു അബ് ടൈം ആ ഗയാ ബച്ച. രൂരു ഇപ്പോൾ സമയമായിരിക്കുന്നു മോനെ. അമ്മീക്ക് ഗോദ് സേ നിക്കലോ ഓർ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. അമ്മയ്ക്ക് ഗോദസെ അമ്മയുടെ മടിയിൽ നിന്ന് അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന്, നിക്കലോ ആവോ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ ഇറങ്ങൂ, എന്നിട്ട് ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ പുറത്ത് പോയിട്ട് കൂട്ടുകാരെ ഉണ്ടാക്കൂ. രൂരുവിനെ തോടാ ഡർത്തെ ഹുയെ. രൂരു അല്പം പേടിയോടെയും ജിജക്തെ ഹുയെ മടിയോടെയും ഹൗലേസെ. ഹൗലെ എന്ന് പറഞ്ഞാൽ പതുക്കെ. അമ്മയ്ക്ക് ജേബ് സേ സിർ ബാഹർ നിക്കാല. അമ്മയുടെ പോക്കറ്റിൽ നിന്നും സിർ ബാഹർ നിക്കാല തല പുറത്തേക്കെടുത്തു. ദുനിയാ കിത്തനി ബഡീത്തി. ലോകം വളരെ വലുതായിരുന്നു. എത്ര വലുതാകുന്നു? കിത്തനി സുന്ദർ, എത്ര മനോഹരമാണ്. കിത്തനി സാരേ രംഗ്, എത്രയോ നിറങ്ങൾ. ആവാസേ ശബ്ദങ്ങൾ. കിത്തനി ഖുഷ്ബു, എത്രയോ സുഗന്ധങ്ങൾ. ഇതൊക്കെ നമ്മുടെ രൂരു തല പുറത്തേക്ക് ഇട്ടപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ന്യൂ വേർഡ്സ് ആണ്. അർത്ഥങ്ങൾ മക്കളെ നോട്ടിൽ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലെ ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്ന്. जेब से बाहर निकालने पर यूरू ने क्या क्या देखे होंगे. നമ്മുടെ ജേബ് സേ പോക്കറ്റിൽ നിന്നും സിർ ബാഹർ നിക്കാലിനെ തല പുറത്തേക്കിട്ടപ്പോൾ പർ യൂരുവിനെ ക്യാ ക്യാ ദേക്ക. രൂരു എന്തൊക്കെയാണ് കണ്ടത്? നമ്മൾ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മുടെ രൂരു തല പുറത്തേക്കിട്ടപ്പോൾ കണ്ടിരിക്കുന്നു. रूरू ने देखा कि दुनिया कितनी बड़ी है. उसने देखा सुंदर प्रकृति जैसे पेड़ पहाड़ आदि.
രൂരു നമ്മളെ തല പുറത്തേക്കിട്ടപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? വളരെ വലിയ ലോകം കണ്ടു. അതുപോലെ എന്താ കണ്ടത്? സുന്ദരമായ പ്രകൃതി കണ്ടില്ലേ? മനോഹരമായ പ്രകൃതി കണ്ടു. അതുപോലെ പേട്, മരം, പഹാഡ്, പർവ്വതങ്ങൾ മുതലായവയൊക്കെ കണ്ടിട്ടുണ്ട്. बहुत सारे रंग अलग अलग जानवर जैसे हाथी, भालू, बंदर, लोमड़ी, खरगोश आदि बहुत सी आवाज़ें और खुशबू भी महसूस की। यह सब देख कर रूरू की दुनिया नई और रोमांचक लगी अല്ലേ? ഇവയെല്ലാം നമ്മളെ രൂരു തല പുറത്തേക്ക് ഇട്ടപ്പോൾ കണ്ടതാണ് കാര്യങ്ങളാണ് കേട്ടോ. ആനയെ കണ്ടു, കരടിയെ കണ്ടു, കുരങ്ങിനെ കണ്ട്, കുറുക്കനെ കണ്ട്, അങ്ങനെ പല പല നിറങ്ങൾ കണ്ടു, പല പല വലിയ വലിയ ശബ്ദങ്ങൾ കേട്ടു, സുഗന്ധങ്ങൾ ആസ്വദിക്കാൻ പറ്റി. അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ രൂരു കണ്ടു അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാം കേട്ടോ. കാരണം നമ്മുടെ രൂരു ആദ്യമായിട്ട് തല പുറത്തേക്ക് ഇട്ടപ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റൂ കേട്ടോ. पर रूरू सहम गया इतनी बड़ी दुनिया थी बाहर। अम्मी कंगारू दौड़ी देर तो सब्र किया रही पर रूरू सहम गया. അപ്പോൾ നമ്മുടെ രൂരു പകച്ചു പോയി. ഇത്തിനി ബഡി ദുനിയ തീ ബാഹർ, ഇത്രയും വലിയ ലോകമാണോ പുറത്തുള്ളത്? അമ്മി കങ്കാരു തോടി ദേർ തോ സബ്ര കിയ രഹി, അമ്മ കങ്കാരു തോടി ദേർ കുറച്ച് സമയം, സബ്ര കിയ രഹി എന്താ ക്ഷമയോടെ കാത്തിരുന്നു. ഫിർ ഹൽക്കെ സെ ദബക്തി, എന്നിട്ട് ഹൽക്കെ സെ ദബക്തി അവൻ്റെ ചുമലിൽ മെല്ലെ തട്ടി. फिर रूरू को खुद जेब से निकालने की कोशिश करते देखने लगी. എന്നിട്ട് രൂരു ഖുദ് ജേബ് സെ, രൂരു കോ ഖുദ് ജേബ് സെ, രൂരു സ്വയം പോക്കറ്റിൽ നിന്ന് നിക്കലിനേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത് കോഷിഷ് കർത്തെ ദേഖ്നെ ലഗി, പുറത്തേക്ക് ഇറങ്ങാൻ പരിശ്രമിക്കുന്നത് നോക്കിയിരുന്നു. ആഹിർ അവസാനം രൂരു ജേബ് സെ ബാഹർ നിക്കല, അവസാനം രൂരു പോക്കറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. नीचे टहनी पर एक चिड़िया गाना गा रही थी. नीचे टहनी पर താഴെ മരച്ചില്ലേ ഏക് ചിടിയ ഒരു പക്ഷി ഗാന ഗാ രഹി തി പാട്ട് പാടുന്നുണ്ടായിരുന്നു. രൂരുവിനെ ചിടിയ സെ പൂച്ഛന ചാഹ, രൂരു പക്ഷിയോട് ചോദിക്കാൻ ആഗ്രഹിച്ചു. ഖി എന്തെന്നാൽ, ക്യാ ഉസേ ഔർ ഗാനെ ബി ആത്തെ ഹെ, എന്താ നിനക്ക് പാട്ട് പാടാൻ അറിയാമോ? ക്യാ വോ ഉസേ ഗാന സിക്കാ ദേങ്കി, എന്താ അവള് ഉസേ ഗാന സിക്കാ ദേങ്കി അവനെ പാട്ട് പഠിപ്പിക്കുമോ? पर चिड़िया उड़कर दूसरे पेड़ पर बैठ गई. പക്ഷേ പക്ഷി ഉടുക്കർ, ചിടിയ ഉടുക്കർ പറന്നിട്ട് ദൂസരെ പേട് പെർ ബൈറ്റ് ഗയി, മറ്റൊരു മരത്തിന്മേൽ പോയിരുന്നു. രുക്കോ രുക്കോ ജാओ മത്, നിക്കു നിക്കു, ജാओ മത് പോകരുത്. ചിടിയാക്കെ പീച്ചെ കുതുത്താ ഹുവ, പക്ഷിയുടെ പിന്നാലെ ചാടിയിട്ട് രൂരുവിനെ ചില്ലായ, രൂരു അലറി വിളിച്ചു അല്ലെങ്കിൽ ഉറക്കെ വിളിച്ചു. ചിടിയ ബോലി, പക്ഷി പറഞ്ഞു. മീം രുക്കോ നഹീം സക്തി, എനിക്ക് നിൽക്കാൻ കഴിയുകയില്ല. ബഹുത്ത് ബുരാ ഹോ ഗയ, ഞാനെന്താണ് വളരെയധികം കഷ്ടത്തിലാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു, എനിക്ക് വളരെ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു, ആപത്ത് സംഭവിച്ചിരിക്കുന്നു. ക്യാ ബുരാ ഹുവ, എന്ത് അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്, എന്ത് ആപത്താണ് സംഭവിച്ചിട്ടുള്ളത്? പിച്ചലി രാത്ത് ഭയാനക തൂഫാൻ ആയാത്താം, കഴിഞ്ഞ ദിവസം രാത്രി ഒരു ഭയങ്കരമായ തൂഫാൻ ആയാത്ത കൊടുങ്കാറ്റ് വന്നിരുന്നു. മേരാ ഗോംസ്ല ബിഖർ ഗയാ ഹെ, എൻ്റെ കൂട് നശിച്ചു പോയിരിക്കുന്നു. കഹീം മേരെ ബച്ചെ ഗിർ ന ജായേ, എൻ്റെ കുഞ്ഞുങ്ങളെ
താഴെ എവിടെയോ വീണിട്ടുണ്ട്. മേം ഗാന നഹി ഗാ രഹി തേ, ഞാൻ പാട്ട് പാടുകയായിരുന്നില്ല. അപ്പിനെ സാത്തിക്കോ ബുലാ രഹി തി, ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചതായിരുന്നു. വോ ആ ജായേ തോ ഹം മിൽക്കർ ജൽദി ജൽദി ഗോംസ്ല ടേക്ക് കർലേ, അവൻ കൂടെ വന്നാലേ ഹം മിൽക്കർ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ട് ജൽദി ജൽദി പെട്ടെന്ന് ഗോംസ്ല ടേക്ക് കർലേ, കൂടെ പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും എന്നായിരുന്നു നമ്മുടെ പക്ഷി രൂരുവിന് മറുപടി പറഞ്ഞത്. അപ്പോൾ മക്കളെ ന്യൂ വേർഡ്സ് എഴുതി വെക്കണം കേട്ടോ, എന്നിട്ട് അർത്ഥങ്ങൾ പഠിച്ചു വെക്കണേ. प्रश्न, साथी को बुलाना और मिलकर घोंसला बनाना, ये चिड़िया का कौन सा मनोभाव प्रकट होता है? साथी को बुलाना और മിൽക്കർ ഗോംസ്ല ബനാന, കൂട്ടുകാരനെ വിളിക്കുക എന്നിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് കൂട് നിർമ്മിക്കാം. യഹാം ചിടിയ കാ കോൺസാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ, ഇവിടെ ഈ പക്ഷിയുടെ ഏത് മനോഭാവമാണ് കാണിക്കുന്നത്, എന്താണ് കാണിക്കുന്നത്? ഹേ ചിടിയ കാ സഹയോഗ സജഗത ഓർ दायित्वबोध जिम्मेदारी के भाव प्रकट होता है. चिड़िया तूफान के बाद अपने घोंसले के मसम्मत के लेकर चिंतित है और अपने साथी को बुलाकर मिलकर जल्दी जल्दी घोंसला ठीक करना चाहती है ताकि उसके बच्चा सुरक्षित रहे. इससे उसके मातृत्व प्रेम, संवेदनशीलता और സമൂഹ ഭാവന കബി പത ചലത്തെ ഹെ. ഇവിടെ എന്താണ് പറയുന്നത്? നമ്മളെ ടീം വർക്കിൻ്റെയും സന്ദേശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കഥയാണല്ലേ പറയുന്നത്. അവരെ ഫ്രണ്ട് വന്നാൽ അവൻ്റെ കൂടെ പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലേ. ഓക്കെ. रूरू चिड़िया के साथ चला पड़ा. बच्चे जमीन पर बेहाल पड़े हुए थे. चिड़िया जोर से रोई. उसकी आवाज़ सुन उसका साथी उड़ता हुआ गया. उन दोनों को उदास देखा रूरू को एक ख्याल आया. मुझे एक जगह मालूम है जब तक बच्चे उड़ने लायक नहीं हो जाते वो आराम से वहीं रह सकते हैं. रूरू चिड़िया के साथ चला पड़ा. रूरू പക്ഷിയുമായി യാത്ര നമ്മുടെ പക്ഷിയുടെ കൂടെ പോയി. രൂരു നമ്മുടെ പക്ഷിയുടെ കൂടെ നടക്കുകയാണ്. ബच्चे जमीन पर बेहाल पड़े हुए थे. കുട്ടികൾ എന്താണ് നിസ്സഹായരായി അഥവാ അവശരായിട്ട് നമ്മുടെ തറയിൽ കിടക്കുകയായിരുന്നു. ചിടിയ ജോർ സെ റോയി. പക്ഷികൾ എന്താണ് ഉറക്കെ കരഞ്ഞു. ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാത്തി ഉടുത്ത ഹുവാ ഗയ. എന്താണ് അവളുടെ സൗണ്ട് കേട്ടിട്ട് അവളുടെ കൂട്ടുകാരൻ പറന്നു വന്നു. ഉൻ ദോനോ കോ ഉദാസ് ദേക്ക് രൂരോ കോ ഏക് ഖ്യാലായ. അവർ രണ്ടുപേരും സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ നമ്മുടെ രൂരുവിന് ഒരു ഐഡിയ തോന്നി അഥവാ ആശയം തോന്നി, ഒരു സൂത്രം തോന്നി. മുझे एक जगह मालूम है, എനിക്ക് ഒരു സ്ഥലം അറിയാം. जब तक बच्चे उड़ने लायक नहीं हो जाते वो आराम से वहीं रह सकते हैं. मुझे एक जगह मालूम है, എനിക്ക് ഒരു സ്ഥലം അറിയാം. जब तक बच्चे उड़ने लायक, കുട്ടികൾ പറന്നുയരുന്നത് വരെ അഥവാ അവർക്ക് പറക്കാൻ കഴിയുന്നത് വരെ അവിടെ നിന്ന് സുഖമായി താമസിക്കാം എന്നാ പറയുന്നത്. വോ ആരാം സേ വഹിം രഹ് സക്തേ, അവർക്ക് അവിടെ സുഖമായി സ്വസ്ഥതയോടുകൂടെ താമസിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. फिर क्या था, रूरू की मदद से अम्मी ने धीरे धीरे सारे बच्चों के अपनी नरम मुलायम जेब में रख लिया. यहाँ उन्हें कोई खतरा नहीं थी. चिड़िया खुशी से गाने लगी. उन्होंने
रूरू को भी गाना सिखा दिया। उस रात रूरू आहिस्ता से संभल कर अम्मी की जेब में घुसा। वह चिड़ियों के बगल में दुबक गया। अब वो अकेला नहीं थे। फिर क्या था? പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് എന്തായിരുന്നു? രൂരുക്ക് മദദ് സേ, പിന്നെ ബാക്കിയത് രൂരുവിൻ്റെ സഹായത്തോടെ രൂരുവിൻ്റെയും അമ്മയുടെയും സഹായത്തോടെ അമ്മീനെ ധീരെ ധീരെ പതുക്കെ പതുക്കെ സാരേ ബച്ചോങ്കോ മുഴുവൻ കുഞ്ഞുങ്ങളെയും അപ്പിനി നിരം മുലായം എല്ലാ കുഞ്ഞുങ്ങളെയും അവളുടെ മൃദുവായ നിരം മുലായം ജേബ് മേം രഖ് ലിഖയാ, അവളുടെ ആ മൃദുവായ പോക്കറ്റിൽ വെച്ചു. യഹാം ഉനെ കോയി ഖത്ര നഹീം താ, ഇവിടെ അവർക്കൊരു അപകടവും ഉണ്ടായിരിക്കില്ല. ചിടിയാം ഖുഷി സെ ഗാനെ ലഗീം, പക്ഷികൾ സന്തോഷമായി പാടാൻ തുടങ്ങി, സന്തോഷത്തോടെ പാട്ട് പാടാൻ തുടങ്ങി. ഉന്നോനെ രൂരുക്കോ ബി ഗാന സിഖാ ദിയ, അവരെന്താണ് നമ്മുടെ രൂരുവിനെയും കൂടെ പാട്ട് പഠിപ്പിച്ചു. ഉസ് രാത് രൂരു ആഹിസ്താ സെ സംഭൽ കർ അമ്മി കെ ജേബ് മേ ഘുസ, ആ രാത്രിയിലെ രൂരു ആഹിസ്താ സെ സംഭൽ കർ അമ്മി കെ ജേബ് സെ ഘുസ, പതുക്കെയും ശ്രദ്ധയോടെയും അമ്മയുടെ പോക്കറ്റിലേക്ക് പോയി. വഹ് ചിടിയോം കി ബഗൽ മേം ദുബക് ഗയ, അവൻ പക്ഷിയുടെ അരികിലെ പതുങ്ങി നിന്നു. അബ് വോ അകേല നഹി ഥേ, ഇപ്പം അവനെ തനിച്ചല്ല, അവന് കൂട്ടിനാരാണുള്ളത്? നമ്മുടെ പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? അവൻ്റെ അമ്മയുടെ കൂട്ടിനായിട്ട് അവന് പക്ഷിക്കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലേ? ഇത് നമ്മുടെ ന്യൂ വേർഡ്സ് ആണ്. അപ്പോൾ എല്ലാവരും നോക്കി വെക്കണം, എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കഥ. മക്കളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വായിക്കണം. അതുപോലെ ന്യൂ വേർഡ്സ് ഒക്കെ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, ബൈ.